ഹായ്, ഇറ്റ്സ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവാസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് കന്യാകുമാരി സ്പെഷ്യാലിറ്റീസ്, കന്യാകുമാരിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. തമിഴ്നാട്ടിലെ ഒരു ജില്ലയും ഒരു നഗരവുമാണ് കന്യാകുമാരി എന്നത്. ഇന്ത്യയുടെ തെക്കേറ്റത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇത് പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കന്യാകുമാരി എന്നത്. അതായത് തിരുവള്ളൂർ പ്രതിമ, വിവേകാനന്ദ റോക്ക്, അതോടൊപ്പം സൂര്യാസ്തമയ പോയിൻറ്റുകളൊക്കെ അനേകായിരം ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കന്യാകുമാരി എന്നത്. കന്യാകുമാരിയുടെ പ്രത്യേകതകൾ നോക്കുമ്പോൾ തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ലക്കാദ്വീപ് കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വശങ്ങളിലും കൂടെ ഏകദേശം 71.5 കിലോമീറ്ററോളം തീരപ്രദേശമാണ്. അതും കന്യാകുമാരിയുടെ മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. കന്യാകുമാരി കന്യാകുമാരിയുടെ ചരിത്രം നോക്കുമ്പോൾ 1656 ഈ സ്ഥലം. 1656 ഇത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും കൈവശപ്പെടുത്തുകയായിരുന്നു 1656. അപ്പോൾ ഇതിൻ്റെ പേര് സിലോൺ എന്നായിരുന്നു, പോർച്ചുഗീസ് സിലോൺ എന്നായിരുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ ഡച്ചുകാർ ഇതിനെ കൈപ്പറ്റിയതിനെ തുടർന്ന് അതിനെ ഡച്ചുകാർ കോമോറൻ എന്ന് പേര് വിളിച്ചു. പിന്നീട് ഡച്ചുകാരിൽ നിന്നും ഇത് ബ്രിട്ടീഷുകാർ കൈക്കലാക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഇതിനെ കേപ്പ് കോമോറിൻ എന്ന് വിളിച്ചു. പണ്ട് കാലത്ത് ഇതിനെ കേപ്പ് കോമോറിൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. പിന്നീടാണ് അതിനെ കന്യാകുമാരി എന്ന പേര് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം കന്യാകുമാരി എന്ന പേര് ഇതിലേക്ക് മാറ്റുകയായിരുന്നു. പേര് ചേഞ്ച് ചെയ്ത് കന്യാകുമാരി എന്നാക്കുകയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം. 1956 കന്യാകുമാരി ജില്ല രൂപീകരിച്ചതും. അപ്പോൾ ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നാഗർകോവിലാണ്. കന്യാകുമാരിയുടെ ആസ്ഥാനം എന്ന് പറയുന്നതിന് ഇതിനെ രാജകുമാരി എന്നും ദേവി കന്യാകുമാരി എന്നും വിളിക്കുന്നു. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 25.81 കിലോമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 29,761 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ജില്ലാ ആസ്ഥാനം എന്ന് പറയുന്നത് നാഗർകോവിലാണ് ഇവിടുത്തെ ജില്ലാ ആസ്ഥാനം എന്ന് പറയുന്നത്. കന്യാകുമാരിക്ക് പേര് വരുവാനായിട്ടുള്ള കാരണം കൃഷ്ണൻ്റെ സഹോദരിയായ കന്യാകുമാരി ദേവിയിൽ നിന്നുമാണ് ഈ പേര് കന്യാകുമാരിക്ക് വരുവാനായിട്ടുള്ള കാരണം. അതുകൊണ്ട് തന്നെ നഗരത്തിൽ ദേവിക്ക് വേണ്ടി ദേവി കന്യാകുമാരി എന്നൊരു ക്ഷേത്രവും ഇവിടെ ഉണ്ട് നഗരത്തിൽ. കന്യാകുമാരി നാഗർകോവിലിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററും, മാർത്താണ്ഡത്ത് നിന്നും 47 കിലോമീറ്ററും, ട്രിവാൻഡ്രത്ത് നിന്നും 95 കിലോമീറ്ററും, ചെന്നൈയിൽ നിന്നും തമിഴ്നാട് തലസ്ഥാനമായ ചെന്നൈയിൽ നിന്നും 75 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ലാൻഡ്സ് എൻഡ് എന്നൊരു വിളിപ്പേരും കന്യാകുമാരിക്കുണ്ട്. വിനോദസഞ്ചാരികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കന്യാകുമാരി എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.